നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് നീ ഒരു ഭ്രൂണം പോലുമായിട്ടില്ല. അമ്മയ്ക്കറിയത്തില്ല, അപ്പനറിയത്തില്ല, ഡോക്ടർക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അറിഞ്ഞു. എപ്പോഴാ? നീ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു. എന്ന് മാത്രമല്ല, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ജാതികളുടെ പ്രവാചകനായി ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഓർഡൈൻ ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. നീ ജനിക്കണം. നിന്നെക്കുറിച്ചുള്ള കാര്യപരിപാടികൾ തയ്യാറാക്കിയവരാണ് നിന്റെ ദൈവം. അവൻ സർവജ്ഞാനിയാണ്. സർവജ്ഞാനിയായ ദൈവം നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അവൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസമുള്ളവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങോട്ട് ചെല്ലണം എന്ന് വിചാരിച്ചാൽ സാധിക്കത്തില്ല. അവൻ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരേണ്ടതാണ്. എന്ത് യോഗ്യത നിങ്ങൾക്കുണ്ട്? ഒരു യോഗ്യതയുമില്ല. അയോഗ്യരാ. എന്തർഹതയുണ്ട്? ഒരർഹതയുമില്ല. പാപികളാ. പാപത്തിൻ്റെ കുഷ്ഠം പിടിച്ചവരാ. അറയ്ക്കപ്പെടേണ്ടവരാ. തള്ളപ്പെടേണ്ടവരാ. കറ പിടിച്ച തുണി പോലെയുള്ള സൽക്കർമ്മങ്ങളെ ചെയ്തു നടക്കുന്നവരാ. നിന്റെ അടുക്കലേക്ക് ദൈവം വന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിൻ്റെ പേരാണ് കൃപ. കൃപ എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്ത മനുഷ്യന്റെ അടുക്കലേക്ക് ദൈവം ദാനം കൊടുത്തു. ദൈവം ഇറങ്ങി വന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നീ ദൈവത്തിന്റെ പുറകെ നടന്ന് രക്ഷിക്കപ്പെട്ടതല്ല, ദൈവം നിന്റെ പുറകെ നടന്ന് നിന്നെ രക്ഷിച്ചതാണ്. ദൈവത്തിന്റെ കൃപ നിന്റെ പുറകെ വന്നു. നീ അങ്ങോട്ട് എന്നതല്ല, നീ ജനിച്ച അന്ന് മുതൽ നീ രക്ഷിക്കപ്പെടുന്ന അന്ന് വരെ കൃപ നിന്റെ പുറകെ ഉണ്ടായിരുന്നു. നീ പോയിടത്തെല്ലാം കൃപയുണ്ടായിരുന്നു. തർസോസിലെ ഒരു പരീശന്റെ വീട്ടിൽ ജനിച്ച ശൗൽ, അവൻ മതനിഷ്ഠയുള്ളവനായതുകൊണ്ട് ക്രിസ്ത്യാനികളെ കൊന്നുമുടിച്ചു. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ച ന്യായപ്രമാണ പണ്ഡിതനാ, യഹൂദന്മാരുടെ പ്രമാണികളിലൊരുത്തനാ. പക്ഷേ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവനെ അറിഞ്ഞ ദൈവം വഴി വെച്ച് പിടികൂടി. ഡമസ്കോസിൻ്റെ പടിവാതിക്കൽ പിടിച്ച്, നിന്നെ ഇതിനല്ല കണ്ടിരിക്കുന്നത്, രാജാക്കന്മാരുടെയും ജാതികളുടെയും മുമ്പിൽ എൻ്റെ നാമത്തെ ഉയർത്താനുള്ള ഒരു മാനപാത്രമാണ് നീ എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസാക്കി. യാദൃശ്യമായിട്ടല്ല നീ ദൈവത്തിൽ വന്ന്, യാദൃശ്യമായിട്ടല്ല ഈ സഭ ഇവിടെ ഉണ്ടായത്, യാദൃശ്യമായിട്ടല്ല ഇവിടെ ബൈബിൾ സ്കൂൾ നടക്കുന്നത്, യാദൃശ്യമായിട്ടല്ല ഇന്ന് കൺവെൻഷൻ നടക്കുന്നത്. ഇതെല്ലാം അത്യുന്നതനായ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യം.